ഇഗ്നോയാണോ അതോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണോ? ഏതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നമുക്ക് പഠിക്കാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമ്മളൊരു ആൻസർ പറയുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാണ്ട് എന്താന്നുള്ളതാണ്. അതായത് നമ്മുടെ ആവശ്യം എന്താ, എന്തിനു വേണ്ടി നമ്മൾ ഇത് എടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യാണ്, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിചാരിക്കാം. അപ്പോൾ ആ വ്യക്തിക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ തന്നെയാണ് ലൊക്കേഷൻ ബേസ്ഡൊക്കെ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഒരു PSC എഴുതിയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ് ഇരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്, കേരളത്തിൻ്റെ സ്വന്തം യൂണിവേഴ്സിറ്റിയാണ്. അതിൽ കൂടുതലായിട്ട് നമുക്ക് നമ്മളുടെ മാതൃഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാംഗ്വേജ് അല്ലാത്ത ബാക്കി സബ്ജക്റ്റുകളൊക്കെ എഴുതുക എന്നുള്ളൊരു വലിയ പ്രത്യേകത ഉണ്ട്. അതായത് ഏത് സ്ട്രീം ആയിക്കോട്ടെ, അത് കൊമേഴ്സ് സ്ട്രീമോ സയൻസ് സ്ട്രീമോ അല്ലെങ്കിൽ ഇനി ആർട്സ് സ്ട്രീമോ ആയാലും ഏത് സ്ട്രീം ആയാലും നമുക്ക് നമ്മളുടെ മാതൃഭാഷ, അതായത് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കും. നമുക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പാസ് പെർസെൻറ്റേജ് ഒക്കെ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ നമുക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളൊരു നാഷണൽ ലെവൽ എക്സാമിനോട്ടൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലോട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഏതായിരിക്കും, ഇഗ്നോ ആയിരിക്കും. രണ്ടിനും വാല്യൂ ഉണ്ട്. കാരണം രണ്ടിനും എന്താണ്, UGC അംഗീകരിച്ച കോഴ്സുകളാണ് ഉള്ളത്. UGC അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്താണ്, വിദേശത്താണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വാല്യൂവിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് കറക്റ്റായിട്ട് മോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത എന്നുള്ളത്.